കേരളത്തിൽ സൈബർ തട്ടിപ്പിന് ഇനിയും അറുതിയില്ല. കൊച്ചിയിൽ ഒരാഴ്ചക്കിടയിൽ വ്യാജ ട്രേഡിംഗ് ആപ്പിലൂടെ നഷ്ടമായത് 3 കോടിയോളം രൂപയാണ്. പരിഹാര ആപ്പിന്റെ മറവിലും തട്ടിപ്പ് വ്യാപകമെന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിന്റെ എണ്ണം കുറയുമ്പോൾ മറ്റു സാധ്യതകൾ തേടുകയാണ് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ്. ഓൺലൈൻ തട്ടിപ്പിൽ മലയാളികൾ ഇനിയും പാഠം പഠിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ 100 കോടിയോളമാണ് കേരളത്തിൽ നിന്ന് മാത്രം സൈബർ കൊള്ളക്കാർ കവർന്നത്. ഈ വർഷം 9 ദിവസം പിന്നിട്ടപ്പോഴേക്കും 4 കോടിയോളമായി നഷ്ടക്കണക്ക്. വ്യാജ ട്രേഡിംഗ് ആപ്പ്, വെർച്വൽ അറസ്റ്റ്, പരിവാഹൻ തട്ടിപ്പ് എന്നിവ വഴിയാണ് സൈബർ കൊള്ളക്കാരുടെ ഓപ്പറേഷൻ. ഇതിനൊരു എൻഡ് ഉണ്ടാകില്ല ഫോർ ഷുവർ. ബിക്കോസ് ഇൻ്റർനെറ്റിൻ്റെ യൂസ് ഭയങ്കരമായിട്ട് കൂടുകയാണ്, ഡിജിറ്റൽ കൺസംഷൻസ് കൂടുകയാണ്. പണ്ട് നമുക്ക് പറയാൻ പറ്റും പ്രായമായവർക്ക് സ്മാർട്ട് ഫോണിലേക്ക് ആക്സസ് ഇല്ല, അതുകൊണ്ട് ഇത് അവരിൽ സംഭവിക്കില്ല എന്നുള്ളത്. പക്ഷേ സ്മാർട്ട് ഫോൺ ആക്സസ് ഉള്ളത് കൊണ്ട് 100% ഇത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൽ സൈബറിൻ്റെ ആംഗിളോ ഒരു സൈബർ പോലീസിനോ ഒരു സൈബർ സെക്യൂരിറ്റി വിദഗ്ധനോ ഒക്കെ ചെയ്യാവുന്നതിൻ്റെ ലിമിറ്റേഷൻ ഭയങ്കര കുറവാണ്. വെർച്വൽ അറസ്റ്റിനിരയാകുന്നത് ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്ന സൈബർ തട്ടിപ്പ് കേസിന്റെ വേരുകൾ കേരളത്തിലുമുണ്ട്. ഇവിടുത്തെ ചില ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തട്ടിപ്പ് പണം എത്തുന്നത്. സമഗ്രമായ ബോധവൽക്കരണ പരിപാടികൾക്ക് സൈബർ പോലീസ് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതിനുമപ്പുറം ജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.